ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നുള്ളിയെടുത്ത് നമുക്കൊന്നൊരു തോരൻ വെക്കണം. അപ്പോൾ അതൊന്ന് നുള്ളിയെടുക്കാം. ഇത് നുള്ളാനൊക്കെ ഒത്തിരി വൈകിയിരിക്കും കേട്ടോ. അത് നമ്മളിവിടെ വീട്ടിലുണ്ടായിരുന്നില്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അത് ഇലയൊക്കെ കുറച്ച് മൂത്തിക്കണ്. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ വീട്ടിലുണ്ടാക്കിയ ചീരയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂവിട്ട കാരണേ, അപ്പോൾ നമുക്ക് ആ പൂവ് വിത്ത് പാവാമല്ലോ. അപ്പോൾ ആ ഇലയൊക്കെ ഉണ്ട് നുള്ളിയെടുക്കാം. അപ്പോൾ കുറച്ച് മുകളിൽ നമ്മൾ വിത്ത് പാവിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നുള്ളിയെടുക്കണം. ഇതേപോലെ അതും സമയം വൈകിയിരിക്കണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നുള്ളിയെടുക്കാം. നേരം വൈകിയാലും നമുക്ക് വീട്ടിലുണ്ടാക്കിയ ചീര ആയതുകൊണ്ട് തന്നെ ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് മേലെ പോവാം. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് മേലെ പോയിട്ട് ബാക്കിയുള്ളതും കൂടി നുള്ളിയെടുക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിവിടെ വെച്ചിട്ട് മേലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി മേലുള്ളതും കൂടി നമുക്ക് നുള്ളിയെടുക്കണം. കുറച്ചും കൂടി നമുക്കിവിടെ പാവാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അത് പകുതി വെച്ചിട്ട് നിർത്തി പോയതാണ്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് പൊട്ടിക്കാൻ വൈകിക്കണ്. അപ്പോൾ ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഇലയൊക്കെ വാടി ഉണങ്ങിയിട്ട് ചീരൊക്കെ നാശമാവും. അപ്പം ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുക തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അതിൻ്റെ വിത്തൊക്കെ നമുക്ക് പാവും ചെയ്യാമല്ലോ. വിത്താവണതിൻ്റെ മുന്നെയാണ് നമ്മൾ നുള്ളാറ്. പക്ഷെ നമ്മളിവിടെ ഇല്ലാത്ത കാരണേ നുള്ളി എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്കിപ്പോൾ നുള്ളി ഇത് തോരൻ വെക്കാമല്ലോ. അപ്പോൾ നല്ല വെയിൽ തെറിച്ചിരിക്കുന്നു, നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെയിലിൻ്റെ അടി കാരണം മൊബൈലിൽ തീരെ ക്ലിയർ ഉണ്ടാവില്ലല്ലോ, ആ വെയിൽ തെറിക്കണ കാരണേ. അപ്പോൾ ക്ഷമിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നുള്ളിയെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് പോവാം. ഇവിടെയും കൂടി ഉണ്ട് കുറച്ച്, അതും കൂടെ നുള്ളിയെടുത്തിട്ട് നമുക്ക് താഴേക്ക് പോവാം. നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിൽ നന്നായി ഉദിച്ചിരിക്കണ്. അപ്പോൾ ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കുള്ളതും കൂടെ അത് പൊട്ടിച്ചിട്ട് താഴേക്ക് പോവാം. അപ്പോൾ എല്ലാം നുള്ളിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ തോരൻ വെക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് 2 തരം ചീരയുണ്ട്, പച്ചയും ചുവപ്പും ഉണ്ടിട്ട് നമ്മൾ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞെടുത്ത് ഇനി ഇത് നമുക്ക് തോരൻ വെക്കണം. ഇത് തണ്ടാണ്. ഈ തണ്ട് ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ആദ്യം നമ്മളിത് ചട്ടിയിലിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റിന് ശേഷമേ ഈ ഇല ഇടാവുള്ളൂ. അപ്പോൾ വേവ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് തോരൻ വെക്കാം. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ആവശ്യത്തിന് കടുകിട്ട് ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് 1.5 സബോള അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന്, അതായത് ചീനമുളക് വീട്ടിലുണ്ടായ മുളകായ കാരണം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിന് എരിവൊക്കെ പാകത്തിന് ആവശ്യമുള്ളവർ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഓക്കെ, ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീരയുടെ തണ്ട് അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി ഇതൊന്ന് വേവുന്നത് വരെ സമയം നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വെന്ത് പകുതിയാകുമ്പോൾ നമുക്കിതിലേക്ക് ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേവ് സെറ്റാവില്ല. കാരണം ആദ്യം തന്നെ ഇത് ലേശം സമയം മുന്നിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചീരയുടെ തണ്ടിട്ടിരുന്നു, അത് നന്നായി പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ചീര ഇല കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തണ്ട് വേവാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിരുന്നു, അത് മതി. പിന്നെ ഈ ചീര ഇതിലിട്ട് കഴിഞ്ഞ് ഇത് മൂടി വെക്കില്ല, ആവിക്ക് വേവിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി വെള്ളം അതിൽ സെറ്റാവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് തേങ്ങയാണ്, 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ച് കൊടുക്കാം. അപ്പോഴേക്കും സെറ്റാവും. ഇനി നമുക്ക് ഈ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ചീര ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് വളമിട്ടതാണ് പുറത്തുനിന്ന് വരുന്നതൊക്കെ. മറ്റുള്ള പച്ചക്കറി പോലെയല്ല, ചീര നമുക്ക് കൃഷി ചെയ്യാൻ എളുപ്പമാണ്. ഒരു ചാക്കിലോ മറ്റെന്തിലെങ്കിലും പാവി മുളപ്പിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.